ലക്ഷ്മി, ലക്ഷ്മി, നിങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരത്തെ വന്നോ? PSCയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. നിന്റെ മകൻ ജിതേന്ദ്രന്റെ പേര് അതിലില്ല. ജിത്തുബായി വേറെയും ഗവൺമെന്റ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അല്ല, നീ എന്തിനാ സ്വന്തം മകനെ ജിത്തുബായി എന്ന് വിളിക്കുന്നത്? ചേട്ടൻ അറിയാലോ, ലോകം മുഴുവനും ജിതേന്ദ്രനെ ജിത്തുബായി ജിത്തുബായി എന്നാ വിളിക്കുന്നത്. തുടർച്ചയായി ഇത് കേട്ട് കേട്ട് ഞാനും അങ്ങനെ വിളിച്ചു പോകുന്നതാണ്. അവനെ ഇത്രയും വഷളാക്കി നീയാണ്. അമ്മ പ്രസവിക്കണം, അച്ഛൻ വളർത്തണം. നീ അവനെ മോശമായി വളർത്തി വളർത്തി വളരെ വഷളായി. ഓ, ഏത് സമയം കൂട്ടുകാരോടൊപ്പം തല്ലും കൂടി നടന്നോടുണ്ട്. അവന് ലൈഫ് വേണമെന്നോ ഒരു സർക്കാർ ജോലി വേണമെന്നോ ഒരു ചിന്തയില്ല. ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ എന്താ? എന്റെ മോനൊരു ചോക്ലേറ്റ് കമ്പനിയുടെ ഏജന്റ് അല്ലേ. ഈയിടെ എല്ലാവരും അവനെ ചോക്ലേറ്റ് ബൈ എന്നാ വിളിക്കുന്നത്. അമ്മേ അറിഞ്ഞ PSCയുടെ പുതിയ ലിസ്റ്റ് വന്നു. എന്റെ പേരില്ല. ഇതെങ്ങനെ ആ പാര അറിഞ്ഞാൽ ബഹളം വെക്കും. ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ. രാത്രി പാര ഉറങ്ങിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയൊന്നും മൊബൈലിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വരാം. അച്ഛനെ പേടി ഉണ്ടല്ലേ? എന്ത് പേടി? ഒരു ചെറിയ ഭയം. അമ്മേ, ഇതാ ഒരു ചോക്ലേറ്റ്, വേഗം കഴിച്ചോ. ആ പാര എങ്ങനെ കണ്ടാൽ ഷുഗർ കൂടും എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കഴിക്കാൻ സമ്മതിക്കില്ല. അച്ഛനല്ല, പാരഗോപാലൻ. അച്ഛനിപ്പോ വന്നു. അച്ഛൻ വന്നിട്ടേ 10-15 കൊല്ലായി. വാക്യത്തെ പ്രയോഗിക്കുക, മീനടുത്ത് കിടന്നുരുളുക.